മക്കളെ വിളിച്ച് ഉപദേശിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ചരിത്ര പ്രസിദ്ധനായ മഹാനാണ്. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ ആരാണ്? നബിയാണോ അല്ല വലിയാണോ? വദുൽഖർനൈനി ലം യുഅറഫ് നബിയ കദാ ലുഖ്മാനു ഫഹദർ അൻ ജിദാലി. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ രണ്ട് മഹാന്മാർ, ഒന്ന് ദുൽഖർനൈനി തങ്ങളും ഒന്ന് ലുഖ്മാനുൽ ഹക്കീം തങ്ങളും. രണ്ടു പേരും നബിമാരാണോ അല്ല ഔലിയാക്കളാണോ? ചരിത്രത്തിൽ രണ്ട് അഭിപ്രായവും കാണാം. തർക്കത്തിന് പോകേണ്ടതില്ല, മഹാന്മാരാണ്. ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വല്ലാത്ത മഹാനാണ്. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ചെറുപ്പക്കാരെ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാനെ ശുശ്രൂഷിച്ച് സ്വർഗം വാങ്ങിയ ആളാ. ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മോനെ ഉപദേശിക്കുന്ന ഉപദേശം കാണാം. എന്താണ് ഉപദേശം? ആ ആയത്തൊന്ന് എണ്ണി നോക്കണം. നമ്മൾ ആയത്തൊന്ന് എണ്ണി നോക്കണം. എന്താണ്? യാ ബുനയ്യ, കുഞ്ഞി മോനെ എന്ന് വിളിച്ചുകൊണ്ട് വാപ്പ മകനെ ഉപദേശിക്കണ ആയത്തിന്റെ നമ്പർ എത്ര? 13. അടുത്ത ആയത്ത് 14, അടുത്ത ആയത്ത് 15, അടുത്ത ആയത്ത് 16, അടുത്ത ആയത്ത് 17. അതാ ബാല്യം ഇങ്ങോട്ട് കഴിഞ്ഞ് കൗമാരത്തിലെത്തിയിരിക്കുന്ന സമയത്ത് കണ്ടങ്ങൾ ആയത്ത് കൊണ്ട് ഉപദേശിക്കുന്ന ആയത്തിന്റെ റക്കമത്രയാന്നറിയോ? സൂറത്തുൽ ലുഖ്മാനിലെ യാ ബുനയ്യ എന്ന് ഉപദേശം തുടങ്ങുന്ന ആയത്ത് നമ്പർ ആയത്ത് 13, 14, 15, 16, 17, 18. ഈ ആയത്തുകളാണ്. എന്താണ്? ഒരു കുട്ടി വഴികേടിലായി പോകാൻ, ഒരു കുട്ടി മാതാപിതാക്കൾ നിന്ന് വിട്ടു മറ്റ് പലരുടെയും ചതിയിൽ വീഴാൻ ഏറ്റവും പറ്റിയ പ്രായമാണ് 13, 14, 15, 16, 17, 18. ഡിഗ്രി പഠിക്കുന്നിടത്തേക്ക് എത്തിയാൽ ഒരു കുട്ടി തടി കാക്കാൻ പഠിക്കും. നമ്മുടെ കുട്ടികൾ 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, +1, +2 അപ്പോഴാണ് അധിക കുട്ടികളും വഴിതെറ്റിപ്പോകുന്നത്. ആ സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് വേണം? മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിച്ച് കീഴടക്കണം. ഇപ്പൊ ഞാൻ പലരോടും മക്കളെ പറ്റി ചോദിക്കലില്ല. എന്തുകൊണ്ട്? ചോദിക്കുമ്പോൾ തന്നെ അമ്മമാരും പാപ്പാരൊക്കെ കുട്ടികളെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഉസ്താദെ, പറഞ്ഞിട്ട് കാര്യമല്ല, ഒക്കെ അങ്ങനത്തെ മക്കളാണ്. കുട്ടികളെ കുറ്റപ്പെടുത്തല്ലേ മാതാപിതാക്കളെ. ആ സമയം കൂടി പടച്ചോൻ എൻ്റെ മക്കളെ നന്നാക്കണേ എന്ന് പറയല്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കൂ, കുറ്റപ്പെടുത്തിയിട്ട് ഉപദേശം ഖുർആനിലോട്ട് കാണൂല അല്ലേ? അല്ലാഹു റബ്ബി 5 ആയത്തിലാണ് ഖുർആൻ ഉപദേശം നൽകാൻ ബാപ്പ മക്കളെ വിളിച്ചത് കാണുന്നത്. ഒന്ന്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പുറപ്പെടുകയാണ്. മല പോലത്തെ തിരമാല. ആ കപ്പലിൽ കയറിയവർക്കേ രക്ഷയുള്ളൂ. ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ കപ്പൽ ഇങ്ങനെ പുറപ്പെട്ടു. അപ്പൊ നോക്കുമ്പോൾ പുറത്തൊക്കെ നോക്കുമ്പോൾ മകനുണ്ട് അവിടെ നിൽക്കണേ. നൂഹ് നബിന്റെ മകനുണ്ട് പുറത്ത് നിൽക്കണേ. നമ്മളാണെങ്കിൽ നമുക്കേ ദീ കയറിക്കോന്നാ പറയാം അല്ലേ? ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മകനെ വിളിക്കുന്ന എങ്ങനെ? യാ ബുനയ്യ, പൊന്നു മോനെ, യാ ബുനയ്യ, പൊന്നു മോനെ, ഇർകം മഅനാ. അവിടെ നൂഹ് നബിന്റെ തൊണ്ട ഇടറിയിട്ടുണ്ട്. നൂഹ് നബിന് കയറാൻ വേണ്ടി പറയുമ്പോൾ തൊണ്ട ഇടറിയിട്ടുണ്ട്. ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? ഇർകബ് മഅനാ എന്നാ പറയേണ്ടത്. പക്ഷേ മൂപ്പര് തൊണ്ട ഇടറിയിട്ട് ബാഇന്റെ ഉച്ചാരണം മീമിലാണ് ചേർന്നുപോയി. അത് പിന്നെ കായികമായിട്ട് വന്നതാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ തൊണ്ട ഇടറിപ്പോയി. യാ ബുനയ്യ ഇർകബ് മഅനാ എന്നാണ്. മകനും ബാപ്പിയാണല്ലോ. ആ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ മൂപ്പര് തൊണ്ട ഇടറിപ്പോയി. യാ ബുനയ്യ ഇർകം മഅനാ. ആ സമയത്തും നൂഹ് നബി മോനെ വിളിക്കുന്നത് മോനെ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോനെ വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം മോനെ വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മോനെ വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. മോനെ, മോളെ എന്ന് വിളിച്ച് കൂടെ നിർത്തിയിട്ട് മക്കളെ നന്നാക്കി എടുക്കണം. അല്ലാതെ നമുക്കേ പോത്തേന്ന് വെച്ചാണ് മക്കളെ നന്നാവൂല. ഏതൊരു മാതാപിതാക്കളും കുറ്റപ്പെടുത്തിയിട്ട് ആരും നന്നാവൂല. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് പ്രായമുള്ള ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്നും ജോലിക്ക് പോകും. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ എന്താ ചെയ്യുന്നത്? ദിവസം രാവിലെ എഴുന്നേറ്റ് ഉമ്മാനെ കുളിപ്പിച്ചു കൊടുത്തു. ഉമ്മാന്റെ തുണിയും കുപ്പായം കഴിച്ചിട്ട് മാറ്റി. ഇന്നലെ തിരുമ്പി വെച്ച നല്ല കുപ്പായം ഉമ്മാക്ക് ഇട്ടു കൊടുത്തു. ഇന്നത്തേത് അലക്കി ഉമ്മാനെ കുളിപ്പിച്ചു. ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു. ഒക്കെ റാഹത്താക്കി റെഡിയാക്കിയിട്ട് ഉമ്മാന്റെ അടുത്ത് വരും. ഉമ്മ, ഞാൻ ജോലിക്ക് പോട്ടമ്മ. അങ്ങനെയാണ്. 2 വട്ടം ഉമ്മ എന്ന് വിളിക്കണമെന്ന് ഞാൻ ഈ പെൺകുട്ടികളോടൊക്കെ പറഞ്ഞത്. അതെങ്ങനെ? 2 വട്ടം എന്നാണ് നിങ്ങൾ ഓടിയാപ്പോരെ. അമ്മമ്മ എന്ന് വിളിച്ചാൽ നിൽക്കണ്ട. പിന്നെ എങ്ങനെ? അത് സമയമാകുമ്പോൾ വിളിച്ചാൽ മതി. ഉമ്മ, നിങ്ങൾ ചായ കുടിച്ചമ്മ. ഉമ്മ, നിങ്ങൾ കുളിക്കാൻ പോണില്ലമ്മ. ഉമ്മ, നിങ്ങൾ ചോറ് കഴിച്ചമ്മ. 2 വട്ടം ഉമ്മ എന്ന് വിളിച്ചാൽ ഏതമ്മായിമ്മ പാകാകാത്തത്? ഏതമ്മായിമ്മയും പാകാവും? 2 വട്ടം ഉമ്മ എന്ന് വിളിച്ചാൽ മതി. അതല്ല എൻ്റെ സംഗതി. അതൊരു മനഃശാസ്ത്രപരമായ വശമാണ്. ഇനി ഉമ്മാരോട് ഞാൻ പറയട്ടെ,
ഉമ്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ അതും ഇതും വിളിക്കലൊക്കെ നിർത്തിയിട്ട് മോളോന്ന് വിളിച്ചു നോക്കാണ്. എന്തൊരു രസമാണ് ആ വിളി, പടച്ചോനെ. അതിന് നമ്മൾ ആണുങ്ങളും വേണം നന്നാകുക. അവനാൻ്റെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കൊടുത്തേ. അള്ളാൻ റസൂല് വിളിച്ചാൽ എന്താ ആയിഷൂന്നാ വിളിച്ചത്, ആയിഷൂന്നാ വിളിച്ചത്. നമ്മളോ ആയിച്ച എന്നാണ് പറഞ്ഞാണ്ടല്ലോ. അല്ലാഹു റബ്ബി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചോ ഫാത്തിമാവിനോട്. ഫാത്തിമ ബിബിക്ക് 15 വയസ്സും 5 മാസം, അതാണ് പ്രായം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ഫാത്തിമോ എന്ന് വിളിച്ചു. മോളെ, ഉപ്പാന്റെ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. കല്യാണം ഉണ്ടാക്കുമ്പോൾ ബാപ്പ ഒരു പെണ്ണാണ് പോയി കണ്ടുവന്നിങ്ങാണ്ട് അതിനെ കെട്ടിക്കോ, രണ്ടത്തെ വർത്തമാനം കെട്ടി പറയേണ്ട പറഞ്ഞാണ്ട് അങ്ങനെ ബേജാറാക്കാൻ നിൽക്കണ്ട, എനിക്കൊരു കല്യാണം ഉണ്ടാക്കേണ്ട മോനെ എന്നൊരു മുഷാവറ ചെയ്യാ കുട്ടികളോട്. പണ്ടത്തെ കാലത്ത് ചോദിച്ചാൽ മറുപടി പറയാൻ താമസാണിക്കാരൻ. നാളെ നമ്മളെ കുഞ്ഞാൽവിയാക്ക മകനോട് വെള്ളിയാഴ്ച ജുമായക്ക് പോകുമ്പോഴേ, എടാ എനിക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ ചോദിച്ചു. നിങ്ങൾ തിരക്കൂടാൻ നിൽക്കണ്ട, ജുമായൊക്കെയാണ് കഴിഞ്ഞോട്ടെ. ഇപ്പോഴത്തെ കുട്ടികളത് അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ നല്ല മക്കളാണ്, ചോദിച്ചതിന് മറുപടി പറയും. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഓർമ്മിക്കണം. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കാണ് മോളോട്, മോളെ കല്യാണം. അപ്പം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അപ്പോൾ ഫാത്തിമാവി മിണ്ടാതിരുന്നു. അപ്പം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ അലിയാരെ കൊണ്ടാണ് കല്യാണം കേട്ടോ. അപ്പോൾ ഫാത്തിമാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പുഞ്ചിരി നബി തങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതാണ് മൗനം സമ്മതം, അതാണ് മൗനം സമ്മതം. അല്ലാഹു റബ്ബി. ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ വിവാഹം, അത് ഒരു രീതിയല്ലേ, അത് നടക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, ഞാനിവിടെ ലുക്മാൻ ഹക്കീം തങ്ങളെ പറ്റി പറയാം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാനെ കുളിപ്പിച്ചു റസിയാക്കി ദിവസം ജോലിക്ക് പോകുമ്പം ഉമ്മാനോട് സമ്മതം വാങ്ങും. ഉമ്മാനോട് ഓരോ ദിവസവും പോകാൻ സമ്മതം ചോദിക്കുമ്പം ഉമ്മാനോട് ചോദിക്കും. പിന്നെ മൂപ്പര് കുട്ടികളോട് നമ്മൾ ചോദിക്കുമല്ലോ, എന്നാ എനിക്ക് എന്താ സമ്മാനം കൊണ്ടിരുന്നത്, എനിക്ക് മുട്ടായി വേണോ എന്നൊക്കെ ചോദിക്കണല്ലേ. എന്ന മാതിരി പ്രായമുള്ള ഉമ്മാനോട് ലുക്മാനിലാക്കിയപ്പോൾ തങ്ങൾ ചോദിക്കും, ഉമ്മ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടിരുന്നത്. ഉമ്മാക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യം ഉണ്ടാവുള്ളൂ, 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊന്നും കേസില്ലല്ലോ ഉമ്മാക്ക്. ഒരു ദിവസം ലുക്മാനിലാക്കിയ റളിയല്ലാഹു അൻഹു ഉമ്മാനെ കുളിപ്പിച്ചു, ഡ്രസ്സ് മാറ്റി കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഒക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് വന്നിട്ട് ഉമ്മാനോട്, ഉമ്മ ഞാൻ ജോലിക്ക് പോട്ടമ്മ. ഉമ്മാനെ കൂട്ടി പോയിക്കോ, ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് ഉമ്മാന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, മോനെ എനിക്ക് സ്വർഗത്ത് നിന്നുള്ള ഒരു പിടി മണ്ണ് കൊണ്ടുവരണം. അല്ലാഹു, സ്വർഗത്ത് നിന്നുള്ള ഒരു പിടി മണ്ണ് അതെവിടുന്ന കിട്ടുക? അപ്പൊ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കൂടെ തന്നെ അവിടെ ഇരുന്നു. ഉമ്മാന്റെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് ഉമ്മാന്റെ തലയിൽ ഇങ്ങനെ തടകിയിട്ട് പേ നോക്കി കൊടുത്തു. ഉമ്മാന്റെ ശരീരം ഇങ്ങനെ തടവി. ഉമ്മ ഇങ്ങനെ ഒരു കാല് നിലത്ത് കുത്തിയിട്ട് ഇരിക്കുകയാണ്. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു കാലിങ്ങനെ തടവിയിട്ട് വിരലുമ്മലെത്തിയപ്പം ഉമ്മാന്റെ വിരല് പിടിച്ചിട്ട് മകൻ എന്തായി, ഒന്നിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. എന്തോ ഒരു സുഖം ഉമ്മാക്ക്. അല്ലാ, ഉമ്മാക്ക് വല്ലാത്ത സുഖം. ഉമ്മ ഇങ്ങനെ മോന്റെ തരിയിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട്, അപ്പൊ രണ്ടാമത്തെ വിരല് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ എന്ത് ചെയ്തു, രണ്ടാമത്തെ വിരലുമൊക്കെ ഉമ്മാന്തൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചപ്പം ഉമ്മ കാലിന്റെ അടി നിലത്തുനിന്ന് കുറച്ചൊന്ന് പൊന്തിച്ചു കൊടുത്തു, ലേശം ഒന്നിങ്ങനെ പൊന്തിച്ചു കൊടുത്തു. അപ്പൊ ലുക്മാൻ ഹക്കീം തങ്ങൾ ആ ചാൻസിൽ കാലിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പറഞ്ഞു, ഉമ്മാ സ്വർഗത്തിലെ മണ്ണ് കിട്ടി ഉമ്മാ. അതാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാനെ നോക്കിയത് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മ നമ്മുടെ സ്വർഗമാണ്. നാളെ ആഖിറത്തിൽ സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചു തരാൻ അധികാരമുള്ള ഒരേ ഒരാൾ ഉമ്മ മാത്രമാണ്. അപ്പൊ ബാപ്പാരിങ്ങനെ കണ്ണുക്ക് നോക്കാണ്, ഞമ്മളൊക്കെ എന്തിനാണ്, നിങ്ങൾ ബേജാറായല്ലേ, ഞാനും ഒരു ബാപ്പയല്ലേ, ഞാൻ പറഞ്ഞുതരാം. അതാണ് ഉമ്മ അത്ര പ്രധാനമാണ്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മാൻ്റെ അടുത്ത് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങി. ആ ടിക്കറ്റും കൊണ്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ വാപ്പുണ്ടാവും സ്വർഗത്തിന്റെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കണ്. അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് വാപ്പയാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് വാപ്പയാണ്. ഉമ്മാൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് വാപ്പാന്റെ കയ്യിലാണ് കൊടുക്കുക. എന്നിട്ട് വാപ്പയും ഉമ്മയും മക്കളും കൂടി നിൽക്കുമ്പോൾ ചാവി ആരെ കയ്യിലാ? ചാവി ആരെ കയ്യിലാ? ചാവി അത് ഉസ്താദിന്റെ കയ്യിലാണ്. ഇതൊക്കെ ചെറിയ ഉസ്താദുമാരാണ്, ഇതിൻ്റെയൊക്കെ വലിയ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി വാപ്പാന്റെ കയ്യിലാണ് കൊടുത്താൽ മക്കളും വാപ്പയും കൂടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദുനിയാവിന്റെ ജീവിതവും ആഖിറത്തിന്റെ ജീവിതവും നമുക്ക്
ഒരു ഭാര്യ, ഭർത്താവ്, ഉമ്മ, വാപ്പ എല്ലാ ദിവസവും ഓതാൻ പഠിപ്പിക്കപ്പെട്ട സൂറത്തു യാസീൻ. യാസീൻ സൂറത്തിൽ കാണാലോ ഉമ്മ, വാപ്പ, നല്ല സ്നേഹത്തിൽ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാര്. എന്താണ് അവരെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത്? നിക്കാഹ് ബന്ധത്തിലൂടെ രൂപപ്പെട്ട് വന്ന നല്ലൊരു കുടുംബം. ആ കുടുംബം ആഖിറത്തിലും അതേപോലെ കുടുംബമായി താമസിക്കും, സ്വർഗത്തിലും കുടുംബമായി താമസിക്കും. ഇവിടെ നമ്മൾ 4 കാളിമാര് കൂടി, കാരണന്മാര് കൂടി ഒരു നിക്കാഹൊക്കെ ചെയ്ത് അവർ ഇണജീവിതം തുടങ്ങി. 5 വഖത്ത് നിസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും, അതിൽ ജനിച്ചിരിക്കുന്ന മക്കൾ, അങ്ങനെ ഒരു കുടുംബത്തിന്റെ സാഹോദര്യ സ്നേഹ ജീവിതം നയിക്കുമ്പോൾ اللهم وازواجهم في ظلال على الارائك متكئون لهم فيها فاكهة ولهم ما يدعون. യാസീൻ സൂറത്ത് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? അല്ലാഹു റബ്ബി, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളൊക്കെ ഭൂമിയിൽ വന്ന് നല്ല സന്തോഷമുള്ള ജീവിതം തുടങ്ങി ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടുകൂടെ ജീവിച്ചു വന്നാൽ ഹും അസ്വാജുഹും, ഭാര്യ ഭർത്താക്കന്മാർ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തകിഊൻ, സ്വർഗത്തിലെ ചാരികസേരകളിൽ നല്ല പാർക്കിൽ, സ്വർഗത്തിന്റെ ചാരികസേരയിൽ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന ഒരു രംഗം സൂറത്തു യാസീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാസീൻ സൂറത്ത് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ. ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ, ദുനിയാവിൽ നമ്മൾ ഭാര്യ ഭർത്താക്കളായി ജീവിച്ചാൽ കാലാകാലം താമസിക്കുന്ന സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കളാകും. അപ്പം നാള് പറഞ്ഞപ്പോ ആരോ പറഞ്ഞു, എന്നാ പിന്നെ സ്വർഗത്തേക്ക് ഞാനില്ല, ഇവിടുന്നെങ്കിലും ഇതാണ് കഴിച്ചിലായ ഞാൻ ഒഴിവായി എന്നാ വിചാരിച്ചത്. അല്ലാ, ഇങ്ങനെ കുടുംബജീവിതാകാൻ പാടുണ്ടോ? അല്ലാഹു റബ്ബി, അള്ളാഹു നമ്മളെ ഭാര്യ ഭർത്തൃ ജീവിതമൊക്കെ നല്ല സന്തോഷത്തിലാക്കി തരട്ടെ, റാഹത്തിലാക്കി തരട്ടെ. സിറാത്ത് പാലം അക്കരെ കടന്നാൽ അവിടെ ഒരു തടാകമുണ്ട്, മാഉൽ ഹയാത്ത് എന്ന് അതിൻ്റെ പേര്. അതിൽ നിന്ന് കുളിച്ചിട്ടാണ് സ്വർഗത്തേക്ക് പോകുക. അതിലാണ് കുളിക്കണതോടുകൂടെ എന്ത് ചെയ്യും? നമ്മളൊക്കെ ആണുങ്ങൾക്കൊക്കെ ഒരു 18 മുതൽ 22 വയസ്സ്, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു 18 മുതൽ 22 വയസ്സ് വരെ, പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർക്കൊക്കെ ഒരു 22 മുതൽ ഒരു 30ന്റെ ഇടക്ക്. അങ്ങനെയാണ് സ്വർഗത്തേക്ക് പോകുക. അല്ല സ്വർഗത്തേക്ക് ഒരാളെ പല്ല് പോയി, മറ്റവൻ്റെ പല്ലിങ്ങനെ മേപ്പട്ടായി, മറ്റവൻ്റെ കണ്ണ് കുമ്പിളായി, അങ്ങനെയൊക്കെ കൂടെ അല്ല. സ്വർഗത്തിൽ എല്ലാവരും എന്താണ്? ശബാബ്, നല്ല യുവത്വത്തിൽ. പെണ്ണുങ്ങളൊക്കെ എങ്ങനെ? ഒരു 18, 20ന്റെ അവിടെ എങ്ങനെ? പുതിയാപ്പിളാരൊക്കെ എങ്ങനെ? ഒരു 22, 25ന്റെ അവിടെ. കാലാകാലം അതാണ് സ്വർഗം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നല്ല ഇണജീവിതം നയിച്ച ഭാര്യ ഭർത്താക്കൾ, ആ സ്നേഹ ജീവിതം കണ്ട് വളർന്ന മക്കൾ, അത് കണ്ട് വളരുന്ന മക്കൾ, നമ്മളെ ജീവിതമൊക്കെ എന്താവണം? സ്നേഹത്തിലും സന്തോഷത്തിലും. അതാണ് മുഹമ്മദ് മുസ്തഫ. ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ പതിവായി ഓതേണ്ടത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം മുറിച്ചു കളയേണ്ട, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഓശാരമായി കിട്ടിയ ഒരു അവയവം മുറിച്ചു കളയേണ്ടതോ മാറ്റി വെക്കേണ്ടതോ ആയ രോഗം വരാതെ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ ആയത്തുൽ കുർസി പതിവാക്കണേ. ജീവിതത്തിന്റെ ഐശ്വര്യത്തിന് ആയത്തുൽ കുർസി പതിവാക്കണേ. ഒരുപാട് കാര്യങ്ങൾക്ക് ഫായിദയുള്ള എത്രത്തോളം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അലിയാര് കല്യാണം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ച് ഫാത്തിമ ഗർഭിണിയായി. നബി തങ്ങൾ ദിവസം പോയി കാണാൻ പോകും മോളെ. എന്തുകൊണ്ട്? ഫാത്തിമ ബിബിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ല, ഉമ്മമ്മ എന്ന് വിളിക്കാൻ വല്യമ്മയില്ല, ഇത്താത്ത എന്ന് വിളിക്കാൻ ജ്യേഷ്ഠത്തിയില്ല, ഇക്കാക്ക എന്ന് വിളിക്കാൻ ആങ്ങളയില്ല. റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ വഫാത്തായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഫാത്തിമ ബിബി മാത്രമല്ലേ ഉള്ളൂ. ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം റസൂലുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ രൂപം കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഫാത്തിമൂന് പ്രസവത്തിന്റെ വേദന വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമന് മോളെ എപ്പോ വരാന്ന് പറഞ്ഞ് ഇറങ്ങി. നബി തങ്ങൾ പോയിട്ട് ഫാത്തിമൂന് പ്രസവത്തിന്റെ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നബി തങ്ങൾ പുറത്തിറങ്ങിയിട്ട് അല്ലാഹ് 2 സഹോദരിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം, ഫാത്തിമു പ്രസവത്തിന് സമയമെടുത്തിട്ടുണ്ട്,
നിങ്ങൾ പോയിട്ട് ആയത്തുൽ കുർസി ഓതണേ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, പ്രസവത്തിന് കിടക്കുന്ന മോളെടുത്ത് ആയത്തുൽ കുർസി ഓതിക്കോ, അത് കുട്ടിക്കും ഉമ്മാക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. സിസേറിയൻ വർദ്ധിച്ച ഒരു കാലം. ഇവിടെ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗർഭിണികൾ കൂടുതലായി ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി നമുക്കൊരു സംരക്ഷണമാണ്, നമുക്കൊരു കൂട്ടുകാരനാണ്, നമുക്കൊരു തണലാണ്, നമുക്കൊരു തുണയാണ്. പരിശുദ്ധ കഅബ ശരീഫിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ജബലുൻ നൂർ, പ്രകാശപർവ്വതം എന്ന പേരിലുള്ള സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരമുള്ള മല. ആ മലയുടെ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ഒരു ഗുഹ, അതാണ് ഹിറാ ഗുഹ. ഇപ്പൊ നമ്മുടെ പുതിയ സർക്കാർ സൗദിയിൽ അധികാരമേറ്റപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉംറയ്ക്ക് പോയവരുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ കഴിഞ്ഞ ഹജ്ജിനും കയറി നോക്കിയതാണ്. നമ്മൾ താഴ്ന്ന് എണ്ണി കയറിയാൽ 600 സ്റ്റെപ്പ് കയറണം. 600ാമത്തെ സ്റ്റെപ്പ് കയറി പിന്നെ കുറച്ച് നടന്നാൽ ഹിറാ ഗുഹയിലെത്തും. അതാണ് ജബലുൻ നൂർ, പ്രകാശപർവ്വതം. ആ ജബലുൻ നൂർ പർവ്വതത്തിൽ ഇരിക്കുന്നതാരാ? പ്രകാശത്തിന്റെ ലൈറ്റ് ഹൗസ് നബി മുഹമ്മദ് മുസ്തഫ. അവിടേക്ക് വരുന്നതാരാ? പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുടെ നേതാവ് മലക്ക് ജിബ്രീൽ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവരുന്നത് എന്താ? നൂറുൻ അലാ നൂർ, വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം. നിങ്ങൾ നോക്കണം, സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിലുള്ള ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുത്തിയിട്ട് അവിടെയാണ് ഖുർആനിന്റെ ഉദ്ഘാടനം. എന്താ ഉദ്ഘാടനം? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ വായിക്കുക, ഇഖ്റ പഠിക്കുക, ഇഖ്റ പാഠം ഉൾക്കൊള്ളുക. വായിക്കാനും പഠിക്കാനും, വായിക്കാനും പഠിക്കാനും. എന്ത് വായിക്കണം? എന്ത് വായിക്കണം? അതാണ് അടുത്ത ആയത്ത്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇല്ലായ്മയിൽ നിന്ന് നിന്നെ ഉണ്ടാക്കി, ഇല്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹ്. ആ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റിയതൊക്കെ വായിക്കാം. ചപ്പും ചവറും അശ്ലീലങ്ങളും എന്തെങ്കിലുമൊക്കെ വഴികേടിലാകുന്നത് വായിക്കാനല്ല. ലോകത്ത് ഇന്ത്യൻ ഭരണഘടന, അമേരിക്കൻ ഭരണഘടന, ലോകത്ത് ഒട്ടേറെ എൻസൈക്ലോപീഡിയ, ലോകത്ത് ഒട്ടേറെ ഗ്രന്ഥങ്ങളും അല്ലാത്തതും ഒക്കെ ഉദ്ഘാടനമുണ്ട്. വായിക്കണം, പഠിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടനം, അത് ഖുർആൻ മാത്രമാണ് ലോകത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഇഖ്റ വായിക്കുക, ഇഖ്റ വായിക്കുക. വായിക്കാനും പഠിക്കാനും ഉത്ബോധിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇഖ്റ വായിക്കുക, പാരായണം ചെയ്യുക, ഓതുക. ഇങ്ങനെ ഒരു ഉദ്ഘാടനം ലോകത്ത് മറ്റൊന്നിന് കാണൂല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓതിക്കൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏക ഭരണഘടന വിശുദ്ധ ഖുർആൻ മാത്രമാണ്. നിങ്ങൾ ഓർത്തു നോക്കി, സൂര്യൻ ഉദിച്ച് 24 മണിക്കൂർ ഇങ്ങനെ ഒരു മൈക്രോ സെക്കൻഡ് ഭൂമിയിൽ ഖുർആൻ ഓതാത്ത സമയം ഇല്ല. ഭൂമിയിൽ ഖുർആൻ ഓതാത്ത ഒരു സെക്കൻഡ് കഴിയുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ലോകത്ത് അറബികളും അനറബികളും വ്യത്യാസമില്ലാതെ എല്ലാ ഭാഷ സംസാരിക്കുന്ന ആളുകളും ഖുർആൻ അറബിയിൽ ആണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും വലിയവരും വ്യത്യാസമില്ലാതെ ഖുർആൻ ഓതുന്നു. സ്ത്രീകളും പുരുഷന്മാരും
വിശുദ്ധ ഖുർആൻ ഓതുന്നു. ഖുർആനിന്റെ പാരായണം കഅബത്തിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും മാത്രമല്ല, നമ്മുടെ നാട്ടിലും വീട്ടിലും മാത്രമല്ല, വെന്റിലേറ്ററിലും ICUവിലും അടക്കം ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവിക ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. ഇഖ്റ ഓതുക, ഇഖ്റ പഠിക്കുക. അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഓതാനും പഠിക്കാനും പറഞ്ഞുകൊണ്ടാണ്. ഖുർആൻ ഓതാത്ത ഒരു മണിക്കൂറല്ല, ഒരു മിനിറ്റ് ലോകത്ത് കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ. നമ്മുടെ മോളെ പ്രസവത്തിന് വേണ്ടി പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പുറത്ത് നിൽക്കുന്ന ഉമ്മയും പിന്നെ മറ്റെന്താ പറയാ, ഞാൻ അമ്മായിമ്മ എന്ന് പറയലില്ല, അറിയാൻ വേണ്ടി പറയാനോ. ഈ കുട്ടികളോടൊക്കെ ഇതാരാ മോളെ, ഇത് ഉമ്മ, ഇതാരാ, ഇത് അമ്മായിമ്മ, എന്തിനാ കയറ്റം കയറാൻ നിൽക്കണത്? ഇതാരാന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ അമ്മ, ഇത് അവിടുത്തെ അമ്മ. എന്ത് സുഖണ്ടത് കേൾക്കാൻ തന്നെ. ഇതാരാ മോളെ, ഇത് ഇവിടുത്തെ വാപ്പ, മറ്റേ അവിടുത്തെ വാപ്പ. എന്ത് സുഖണ്ടത് കേൾക്കാൻ അല്ലേ? ഇതാരാ, ഇത് ഉമ്മ, ഇതോ ഇത് അമ്മായിമ്മ. എന്തിന് കയറ്റം കയറാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇവിടുത്തെ അമ്മ, ഇത് അവിടുത്തെ അമ്മ. എന്ത് സുഖണ്ടത് കേൾക്കാൻ തന്നെ. ഈ +2 കഴിഞ്ഞ് കെട്ടിച്ച കുട്ടികളോട് ഞാൻ പറയാണ്, എല്ലാ അമ്മമാരും നല്ല സന്തോഷിക്കും. പക്ഷെ നിങ്ങൾ എന്ത് വേണം, ഉമ്മ എന്ന് വിളിക്കാൻ പഠിക്കരുത്. നമ്മളെ പെൺകുട്ടികളെ ഉമ്മാന്ന് വിളിക്കാൻ മടി കാണിക്കാൻ പാടില്ല. കുറച്ചൊരു ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള ഉമ്മയാണിച്ചാൽ ഞാൻ ഈ പെൺകുട്ടികളോട് പറയാണ്, 2 വട്ടം ഉമ്മാന്ന് വിളിച്ചാൽ മതി. 2 വട്ടം ഉമ്മാന്ന് വിളിച്ചത് ഞാൻ പറയണേ മുഴുവൻ കേൾക്കണം കേട്ടോ. നിങ്ങൾ 2 വട്ടം ഉമ്മാന്ന് വിളിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ ഉമ്മമാന്ന് വിളിച്ചാൽ നിൽക്കണ്ട. അങ്ങനെയുണ്ട്. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വയസ്സ് കൂടുതൽ ചോദിച്ചാൽ ഓൽക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളൊരു പെരയിൽ ചെല്ലുമ്പം നിങ്ങൾ ആചാരം മകളാന്ന് ചോദിച്ചാൽ നല്ല ചായ കിട്ടും. നിങ്ങൾ ആചാരം അമ്മയാന്ന് ചോദിച്ചാണ്ടല്ലോ ഒരു മുറുക്ക് വെള്ളം അവിടെ നിന്ന് കിട്ടൂല. അപ്പം എപ്പോഴും എന്താണ് ഒരു പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനഃശാസ്ത്രം അങ്ങനെ. ഞമ്മക്കിപ്പോൾ വയസ്സായില്ല അല്ലേ? പിന്നെ കണ്ട നിങ്ങൾക്ക് എത്ര വയസ്സ് തോന്നുന്നുണ്ട്? നിങ്ങളാ വിചാരിച്ച അത്രയൊന്നും വയസ്സ് എനിക്കില്ല. നിങ്ങൾക്കൊക്കെ അറിയില്ല. ഞാൻ 1900 കുറേ ഇപ്പുറത്താണ് ജനിച്ചത്. അതിൻ്റെ മുമ്പൊക്കെ എത്ര ആൾ കഴിഞ്ഞു പോയി. അള്ളാഹു എല്ലാവർക്കും ഖൈറ് തരട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ആ പ്രസവത്തിനാണ് പോയാൽ 2 ഉമ്മാരും അല്ലേ, 2 ഉമ്മാരും പുറത്ത് നിൽക്കാണ്. ഓലിങ്ങനെ ഓതിങ്ങോണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ നോക്കി അല്ലേ? പ്രസവ പാടുക്കും ഉണ്ടായാലും നമ്മൾ ഓതാണ്. ആ പ്രസവിക്കാൻ വേണ്ടി കിടക്കണം മോളോ ഓള് ഓത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു അതിനെ ഉദ്ഘാടനം ചെയ്തത് ഇഖ്റ ഓതുക, ഇഖ്റ വായിക്കുക, ഇഖ്റ പഠിക്കുക. ഇപ്പൊ ഞാൻ പള്ളിശ്ശേരി ആ മരണ വീട്ടിൽ കയറിയിട്ടാ പോയത്. അപ്പൊ മുജീബ് സക്കാഫി അവരൊക്കെ ഉമ്മാൻ അവിടെ റിയാദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവസാനത്തെ നിമിഷമായപ്പം ഡോക്ടർ വിളിച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നു. എല്ലാവരും യാസീൻ ഇങ്ങനെ ഓതി. ജനിച്ചോടത്തും യാസീന്, മരിക്കുന്നിടത്തും യാസീന്, പള്ളിയിലും യാസീന്, പറമ്പിലും യാസീൻ. ഇഖ്റ ഓതുക, ഇഖ്റ വായിക്കുക. ഇനി നിങ്ങൾ ഖുർആന്റെ ആ വായന ഉദ്ഘാടനം ഓർത്തു നോക്കി. ഇന്ത്യൻ ഭരണഘടന ദിവസം ഒന്ന് വായിച്ചു നോക്കണം. എത്ര ആളുണ്ടാവും ഇവിടെ? അങ്ങനെയാണ് നോക്കിയിട്ട് നമ്മളെ പല പുസ്തകവും നോക്കി. ആരാ അത് മുഴുവൻ നോക്കല്? വിശുദ്ധ ഖുർആൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള കൂട്ടത്തിൽ 3 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം തീർക്കുന്ന 10,000 ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ദിവസം ഖത്തം തീർക്കുന്ന ഹാഫിദീങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആഴ്ചയിൽ 1 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. 1 മാസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം തീർക്കുന്ന മുസ്ലിമീങ്ങൾ എത്രയെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, അത്ര അധികമുണ്ട്. നമ്മുടെയൊക്കെ സാധാരണ നാടുകളിൽ തന്നെ ആണുങ്ങൾ ഒരു പക്ഷേ പല ജോലിയും തിരക്കും ഒക്കെ ആയിട്ട് ഖുർആൻ ഓതുന്നിടത്തൊക്കെ കുറച്ചൊരു പുറകിലുണ്ടാകും. ഉമ്മമാരൊക്കെ ഓതുന്നവരാണ്. ഇഖ്റ ഓതിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് മറ്റൊരു ഭാഗം നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടന മുഴുവനും കാണാതെ പഠിച്ച ആരെങ്കിലും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ?
ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കൽ ലോക കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനുദ്ദേശിക്കുന്ന ആധികാരിക അർത്ഥം എന്താണെന്ന്, ആശയം എന്താണെന്ന് ആധികാരികമായി പറയേണ്ട ഏറ്റവും ഇന്ത്യൻ ഭരണഘടനാ വ്യാഖ്യാതാക്കളിൽ പ്രമുഖരായ എന്നെ ബാൽക്കിവാല സാർ, അദ്ദേഹം പോലും ഇന്ത്യൻ ഭരണഘടനയുടെ മുഴുവനും മനഃപ്പാടമുള്ള ആളല്ല. ബൈബിൾ മുഴുവനും മനഃപ്പാടമുള്ള ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഭഗവത്ഗീത മുഴുവനും കാണാതെ പഠിച്ച ആരും ഇവിടെ ഇല്ല. വിശുദ്ധ ഖുർആൻ അത് ബിസ്മില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് ആ ഫാത്തിഹ തുടങ്ങിയിട്ട് ഖുൽ അഊദു ബിറബ്ബിന്നാസ് തീരുന്നത് വരെ 30 ജുസും കാണാതെ പഠിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതിൽ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വലിയവരുണ്ട്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയ ഏറ്റവും ചെറിയ കുട്ടി 7 വയസ്സായ കുട്ടിയാണ്. ഖുർആൻ മനഃപ്പാടമുള്ള ഏറ്റവും വലിയ ആള് പാകിസ്ഥാനിലെ 117 വയസ്സായ ആളാണ്. 117ാമത്തെ വയസ്സിലും അയാൾക്ക് ഓർമ്മക്കുറവില്ലാതെ മുഴുവൻ അയാൾ കാണാതെ ഓതുകയാണ്. 7 വയസ്സായിരിക്കുന്ന കുട്ടി അത് കാണാതെ പഠിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന കുട്ടികൾ ധാരാളമാണ്. 1 ജുസ് മനഃപ്പാടം, 2 ജുസ്, 3 ജുസ്, അങ്ങനെ 10 ജുസ്, 30 ജുസ് മനഃപ്പാടമാക്കുന്ന കുട്ടികൾ. സുബ്ഹാന ജല്ല ജലാലു. ഖുർആൻ തുടങ്ങിയത് ഇഖ്റ, വായിക്കുക, ഇഖ്റ, പഠിക്കുക. ഇതുപോലത്തെ ഒരു ഉദ്ഘാടനം നമ്മൾ ലോകത്ത് വേറെ കാണൂല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ മാത്രം എടുത്തു നോക്കാം. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഈ സ്ഥലത്ത് എല്ലാ വിഭാഗം ആളുകളുടെയും കൂടി ഖുർആൻ പഠിക്കുന്ന മദ്രസ നോക്കിയാൽ ഒരു 30,000 മദ്രസ വരും. ഈ 30,000 മദ്രസകളിലായിട്ട് രാവിലെ സുബഹി നിസ്കരിച്ച് സൂര്യൻ നല്ലോണം ചൂടാകണതിന്റെ മുമ്പ് ഒരു 8-8:30 മണി 9 മണിയാകുമ്പോഴത്തേന് ഇപ്പം മദ്രസ വിട്ടില്ലേ? ഇവിടെയൊക്കെ എങ്ങനെ 11 മണിയാവുക? രാവിലെയൊക്കെ എത്ര മണിക്ക് കുട്ടികൾ മദ്രസയിലെത്തി? രാവിലെ നേരത്തെ പോയി അല്ലേ? ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു 8-9 ഒരു 9 മണിയാകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് മക്കൾ വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. രാവിലെ മദ്രസയിൽ നിന്ന് വന്നാൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് നിന്നിട്ട് ആദ്യത്തെ ഓത്ത് സൂറത്തുൽ ഫാത്തിഹ. നമ്മുടെ മദ്രസ പറയാം നമുക്ക്. നമ്മുടേത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദ് AP ഉസ്താദ് സെക്രട്ടറിയും സുലൈമാ ഉസ്താദ് പ്രസിഡന്റും കോട്ടൂർ ഉസ്താദ് ഖജാൻജിയുമായിട്ടുള്ള നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 5,51,800 കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ ഇതേതാ മാസം? ഡിസംബർ അല്ലേ? കഴിഞ്ഞ മാസം അപ്പം ഏതേക്കാ? നവംബറായിരുന്നു. നവംബർ മാസം 2ാം ശനിയാഴ്ച കൂടിയ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിങ്ങിലെ കണക്കാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. 5,51,800 കുട്ടികൾ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയിൽ ഇപ്പൊ പഠിക്കുന്നുണ്ട്. രാവിലെ ആ കുട്ടികൾ വന്നിട്ട് ഫാത്തിഹ ഓതുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കി, ഈ രാജ്യത്ത് ജീവിക്കുന്ന 200 കോടി മുസ്ലിമീങ്ങൾ, നമ്മൾ അല്ലേ 200 കോടി മുസ്ലിമീങ്ങൾ. ആ 200 കോടി മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആന്റെ ഫാത്തിഹ ഓതാത്ത ഒരു ദിവസം ഇവിടെ ഉണ്ടോ? അപ്പോ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിനൂ അസ്വാതക്കും ബിൽ ഖുർആൻ. നിങ്ങൾ നല്ല സൗണ്ടിൽ ഖുർആൻ ഓതണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ നല്ല സൗണ്ടിൽ ഖുർആൻ ഓതണം. ഖുർആൻ ഇങ്ങനെ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിന്റെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ഓതണം. എങ്ങനെയെങ്കിലും ആണ് ഓതാന്നുള്ളതല്ല. ഞാനിങ്ങനെ എൻ്റെ പേരക്കുട്ടികളൊക്കെ പാടെ വിരുന്നു വന്നീന്.
അപ്പം ഈ കലവില സൗണ്ട് കേട്ടപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, എല്ലാവരും യാസീൻ ഓതി ഒരു സമ്മാനം തരാം. കുട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടാത്തിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, എളുപ്പമുണ്ടല്ലോ. കുട്ടികളൊക്കെ പെട്ടെന്ന് റൗണ്ടായിട്ടിരുന്നു. ഞാൻ സമ്മാനം വാങ്ങാനുള്ള പൈസക്കൊക്കെ പോക്കറ്റ് കൈയിട്ട് നമ്മളെ ചെറിയ മോനെ പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ യാസീൻ കഴിഞ്ഞ് പറഞ്ഞാട് ഒരു കുട്ടി വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇത്ര വേഗം യാസീൻ കഴിഞ്ഞപ്പോൾ യാസീൻ കഴിഞ്ഞു. അപ്പം നിങ്ങൾ മുഴുവൻ ഓതി വെച്ചാൽ ഓതി യാസീൻ കഴിഞ്ഞ് നിങ്ങൾ സമ്മാനം തരിക. ഇപ്പോഴത്തെ കുട്ടികളാണെച്ചാൽ 5 ഉറുപ്പ്യയും 10 ഉറുപ്പ്യ ഒന്നും ചോദിച്ചില്ലല്ലോ, ഉണ്ടോ? ഇപ്പം എത്ര കുട്ടികൾ ചോദിച്ചത് തന്നെ എത്ര? 100-ൽ കുറഞ്ഞ് ചോദിച്ചാൽ നമ്മളെ ഭാഗ്യാന്ന് കൂട്ടിക്കോളിങ്ങൾ. അതിനെ ഇപ്പം അത്രേനെ വിലയുള്ളൂ. അതാണ്. അപ്പം ഒരു പേരക്കുട്ടി വന്ന് കണ്ട് പറഞ്ഞു, യാസീനൊക്കെ ഓതി സമ്മാനം തരുന്ന. അപ്പം ഞാൻ ചോദിച്ചു, മുഴുവൻ ഓതിയോ? ഓതിയെന്ന്. ഓന് പിന്നെ രണ്ടാമത് ചോദിച്ചപ്പോൾ എനിക്കൊരു അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒന്നും കൂടി ഓതിക്കാണിയാ. അപ്പോൾ ഒന്നും കൂടി ഓതി പെട്ടെന്ന്, യാസീനുൽ ഖുർആൻ ഹക്കീം ഇന്നകൽ മിനൽ മുർസലീൻ അലാ സിറാത്തി മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഓലെ യാസീൻ എത്ര വട്ടാ തീർന്നത്? ഞാനിത് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാം? വലിയ ആളുകൾ നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയാലും നിസ്കാരത്തിൻ്റെ പുറത്ത് ഫാത്തിഹ ഓതിയാലും ഓതുന്നത് ഫാത്തിഹ മാത്രമായാലും ഖുൽ ഹുവല്ലാഹു മാത്രമായാലും അതിൻ്റെ നിയമങ്ങളും ചിട്ടകളും പാലിച്ചു ഓതണം. അല്ലെങ്കിൽ ആ ഓതിയതിന് ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് ഓതിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. ഖുർആൻ ഓതുന്നത് കൂലിയാണ്, ഖുർആൻ കേൾക്കുന്നത് പ്രതിഫലമാണ്, ഖുർആൻ പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, എഴുതുന്നത്, ചുമക്കുന്നത്, നോക്കുന്നത് എല്ലാം പ്രതിഫലം കിട്ടുന്നതാണ്. ഞാൻ ഈ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരോടും ഒരു മരണം എന്ന സംഗതി നിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇരുത്തത്തിൽ മരിക്കോ, നടത്തത്തിൽ മരിക്കോ, കടത്തത്തിൽ മരിക്കോ, അതേപോലെ തന്നെ അത്തഹിയാത്തിൽ മരിക്കോ, സുജൂദിൽ മരിക്കോ, വെന്റിലേറ്ററിൽ നിന്ന് മരിക്കോ, എവിടെ നിന്ന് മരിക്കുക എന്നുള്ളത് അറിയില്ല. എവിടെ മരണപ്പെട്ടാലും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ സമ്പാദ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വലഭാഗത്തെ മലക്ക് റെക്കോർഡ് ചെയ്ത കൂട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ പാരായണം ഉണ്ടാവണം. കുറച്ചിങ്ങനെ ഓതിയിട്ട് ഖതം തീർക്കുക, അതൊരു രീതിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സൂറത്തുകളും ആയത്തുകളും പതിവായി ഓതുക, അത് മറ്റൊരു രീതിയാണ്. ഖുർആന്റെ ആയത്തുകളൊക്കെ ദിക്റായിട്ട് ഓതുക, അത് വേറൊരു രീതിയാണ്. 3 രീതിയിലാണ് ഖുർആൻ ഓതുക. ഒന്നേതാ? ഒന്ന് ഖുർആൻ ദിക്റിന്റെ രൂപത്തിൽ, അതിന് ഓതും കാര്യമൊന്നും നോക്കേണ്ടതില്ല. എന്താണത്? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ്, അത് ഖുർആൻ ആയത്താണ്, ദിക്റിന്റെ രൂപത്തിൽ. നമ്മളൊരു വാഹനം കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലനാ, അല്ലേ? നമ്മളൊരു വീട്ടിൽ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ എന്ത് പറയും? നിങ്ങൾക്കൊക്കെ ഒരു ആലോചന. പക്ഷേ ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെയൊക്കെ ആ പാർട്ടിക്കാരൊക്കെ ഉണ്ടോ, മരിച്ചോടുത്ത് ഓതാൻ പാടില്ല, അങ്ങനത്തെ വർത്താനം ഇതിലങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ചില വീട്ടിലൊക്കെ മരിച്ചോടുത്ത് പോയാലും ആൾക്കാർ വേറെ കുറെ വർത്താനം പറയണേ, മനോരമ വായിച്ചന്, ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഉണ്ട്. ഏതില്ല? ഓലെ വിശ്വാസം തന്നെ എന്താണ്? മരിച്ച ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ്. അങ്ങനത്തെ പാർട്ടിയിൽ ചേർന്നിട്ട് കുടുങ്ങാൻ നിൽക്കണ്ട. കുടുങ്ങിയോൽക്കിട്ട് പോരാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ചെറിയ സംഗതിയല്ല. മരിച്ചോടുത്ത് ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിതാബ് ഓതിങ്ങാനുള്ള വിവരമൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ളവരെ കിട്ടുമ്പോൾ പറയാം. ഇപ്പം നമ്മളൊക്കെ സാധാരണക്കാരെ വർത്താനം പറയാൻ പാടില്ല. ഇല്ല, ഇവിടെയൊക്കെ ഇല്ല ചില വീടൊക്കെ മരിച്ചോടുത്ത് ഓതാത്ത ഓതലുണ്ടോ? ഓരോ വിശ്വാസം എന്താ? മരിച്ചാൽ പിന്നെ ഏത് പറ്റൂല? ഖുർആൻ ഓതാൻ പറ്റൂല. എന്നാൽ നമുക്കൊന്ന് നോക്കുക, ഓതാൻ പറ്റുമോ പറ്റൂല? നമ്മളിപ്പോൾ ഓതാൻ പറ്റൂലാന്ന് തീരുമാനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ സദസ്സൊക്കെ ഒരാൾ വന്നു, എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നമ്മളാ പിലാക്കമ്പത്തെ ചേക്കുട്ടി ഉണ്ടല്ലോ, ഓ മരിച്ചിക്കണ്. ഞങ്ങളൊക്കെ എന്താ പറയാ? നന്നായി അറിയാം. എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചു എന്ന് കേട്ടാൽ അപ്പം നമ്മൾ ഖുർആൻ ഓതൂലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് ഖുർആനാണോ? അല്ലേ, അത് ഖുർആനാണ്. അൽ ബഖറ സൂറത്തിലെ ആയത്താണ് ഏത്? ഇന്നാ ലില്ലാഹി. അപ്പൊ മരിച്ചു എന്ന് കേട്ടാൽ ആ വാർത്ത സ്വീകരിക്കേണ്ടത് തന്നെ എങ്ങനെയാണ്? ഖുർആൻ ഓതിക്കൊണ്ടാണ്. ഖുർആൻ ഓതിക്കൊണ്ടാണ്. മരിച്ചാ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്താ ഓതുക? അല്ല, മരിച്ചാ ഓതാൻ പറ്റുക? പറ്റൂല. അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മളെന്താ ചെല്ലുക?
മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പിന്നെ ഞാൻ എന്താ കാട്ടുക? ഇവരൊക്കെ പേരിൽ ഇന്നാലില്ലായി ചെല്ലണമെങ്കിൽ അങ്ങാടിയിൽ എവിടെയും കാണുമ്പോൾ ഇന്നാലില്ലായി ഓ ഇന്നാലില്ലാഹി റാജിഊൻ. എന്താ എനിക്ക് ഇഞ്ഞ കണ്ടപ്പോൾ ഒരു ചെല്ലലോ ചെയ്യും, മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റൂല, അപ്പം കണ്ടപ്പോൾ ചെല്ലിന്നേ ഉള്ളൂ, കുറച്ച് വിട്ടിക്കണം എന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ആലോചിച്ചു, മരിച്ചോടത്ത് ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലായി പറ്റുമോ? മരിച്ചോടത്ത് ദിക്റും പറ്റൂല, ഓതാനും പറ്റൂല, പിന്നെ ഇന്നാലില്ലായി ഓതാൻ പറ്റുമോ? മരിച്ച മയ്യത്തിന് നിസ്കരിക്കാണ്, ഫാത്തിഹ ഓതാൻ പറ്റുമോ? മരിച്ച മയ്യത്തിന് നിസ്കാരം തുടങ്ങാണ്, അല്ലാഹു അക്ബർ ദിക്ർ എല്ലാം പറ്റുമോ? അപ്പം നമ്മൾ ഓരോ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ വിരോധവും കാര്യങ്ങളൊക്കെ അത് വേറെ കാര്യം. നമ്മളിപ്പോൾ നമ്മളെ ഈമാന്റെ കാര്യം പറയാം, ആഖിറം രക്ഷപ്പെടണമല്ലോ, അതിൻ്റെത് പറയാം നമ്മൾ ഇല്ലേ. നമ്മൾ ഇനി അവസാനം ഒരു മയ്യത്തിനെ നമ്മൾ നിസ്കരിച്ചു കൊണ്ടേ മറവ് ചെയ്യാണ്, മൂടുകല്ലൊക്കെ വെച്ച് റെഡിയായി, അവസാനത്തെ യാത്രയപ്പോൾ 3 പൊടി മണ്ണിങ്ങനെ വാരിയിടാണ്. എന്ത് പറഞ്ഞു കാണാ വാരിയിട്ടുണ്ട്? എന്ത് പറഞ്ഞു കാണാ വാരിയിടല്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും. അത് ഖുർആനാണോ? അല്ലേ. അവസാനത്തെ യാത്രയപ്പം ഏത് ഓതിക്കൊണ്ടാണ്? ഖുർആൻ ഓതിക്കൊണ്ടാണ്. പിന്നെ മരിച്ചോടത്ത് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇന്നാലില്ലാഹി പറ്റുമോ? പിന്നെ ഫാത്തിഹ ഓതാൻ പറ്റുമോ? പിന്നെ ഈ മിൻഹാ ഖലഖനാകും ചെല്ലാൻ പറ്റുമോ? ഇതൊക്കെ മരിച്ചിട്ടല്ലേ. നമ്മളെ ജനനം മരണം എന്ന് വേണ്ട, ഉമ്മയുടെ ഗർഭാശയത്തിൽ, ഞാൻ ഈ പെണ്ണുങ്ങളോടൊക്കെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടി രൂപപ്പെട്ട് വരുമ്പോ 4ാമത്തെ വയസ്സിൽ റൂഹൂദ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ, അതാണ് കഴിഞ്ഞ 5ാമത്തെ മാസം മുതൽക്ക് നമുക്കൊക്കെ എന്തു തുടങ്ങി? ജീവൻ തുടങ്ങി. എന്നാൽ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ മുളച്ചു, നമ്മളെ അവയവങ്ങളൊക്കെ മുളച്ചു. ആ മുളച്ചിരിക്കുന്ന അവയവങ്ങളിലൊക്കെ ഏതാണ് ഉണ്ടാകുന്നത്? നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏതാണ് ഉണ്ടാകുന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ആ കുട്ടികൾ ഇങ്ങനെ വളരുമ്പോൾ, ആ കുട്ടികൾക്ക് ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ കുട്ടികളുടെ ഗർഭാശയത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത് ഏതാണ്? ആദ്യം തുടങ്ങുക കേൾവിയാണ്. ആദ്യം തുടങ്ങുക ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ആദ്യം തുടങ്ങുന്നത് ഏതാണ്? കേൾവിയാണ്. ഓ പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, നമ്മുടെ കുട്ടികൾക്ക് ഗർഭാശയത്തിൽ വളരുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് കേൾവി ശക്തിയുണ്ട്. ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചാൽ ആദ്യം കുട്ടിക്ക് പ്രവർത്തനം തുടങ്ങുന്നത് ഏതാണ്? ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ഖുർആനാണ്. കേൾവി ശക്തിയാണ് ആദ്യം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ജനിച്ച കുട്ടിക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹ് കേൾപ്പിക്കും, അല്ലേ? ഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു ജീവനുള്ള മനുഷ്യന്റെ അവസാനം മരിക്കുന്നത് ഏതാണ്? കേൾവിയാണ്. കൈ അനങ്ങണില്ല, കാലനങ്ങണില്ല, നാവ് അനങ്ങണില്ല, ഒക്കെ പറഞ്ഞാലും അപ്പോഴൊക്കെ ഏതുണ്ട്? ഓർമ്മശക്തിയുണ്ട്. ഏതുണ്ട്? കേൾവി ശക്തിയുണ്ട്. ബോധമല്ലാതെ കടക്കുമ്പം നമ്മൾ പോയി വിളിച്ചു ഉമ്മാനെ, അപ്പൊ കണ്ണിങ്ങനെ നീച്ചു, ഉമ്മക്ക് മുണ്ടാൻ വെച്ച. അതാണ് വിശുദ്ധ ഖുർആൻ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്ത് ആദ്യം പറഞ്ഞത് ഇന്ന സമഅ വൽ ബസർ, കേൾവിയാണ്. അപ്പൊ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ഉമ്മമാരെ, നമ്മളൊക്കെ പ്രത്യേകിച്ച് ഗർഭിണികൾ പ്രത്യേകിച്ച് ഓർക്കണം. ഗർഭകാലത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന്റെ ഏറ്റവും നല്ല ആരോഗ്യം അത് ഏറ്റവും പ്രധാനമാണ്. ഗർഭിണികൾക്ക് എപ്പോഴും എന്ത് വേണം? ശാരീരിക ആരോഗ്യം വേണം, മാനസിക ആരോഗ്യം വേണം. അതുകൊണ്ട് ഇളച്ചി മൂത്തച്ചി കേസ്, അമ്മായിമ്മ മരുക്കൾ കേസ്, ഇതുപോലത്തെ ഒന്നും ഏത് കാലത്ത് പറയരുത്. ഗർഭിണിയാകണ കാലത്ത് പറയാൻ പാടില്ല. ഗർഭിണിക്ക് എപ്പോഴും നല്ല സന്തോഷം, നല്ല സ്നേഹം, അതാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? ഗർഭിണിയുടെ മനസ്സിന്റെ ക്ഷീണം അത് കുട്ടിയെ ബാധിക്കും. പ്രത്യേകിച്ച് ഗർഭിണിക്ക് പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. അത് ഇന്ന് കൊടുത്തതല്ല നാളെ കൊടുക്കേണ്ടത്, കയ്യോങ്കി മാറ്റി മാറ്റി കൊടുക്കണം. ആരോഗ്യമുള്ള സഹോദരിയിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് അത്ര നല്ല ഗുണനിലവാരം ഉണ്ടാവും. ഗർഭിണികളെ നാം വെറുപ്പ് കാണിക്കരുത്, അവരെ മനസ്സിന്റെ സംഘർഷം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യരുത്. മാത്രമല്ല ഗർഭിണികളെ ശരീരം എപ്പോഴും വൃത്തിയായിട്ട് നിൽക്കണം. ഗർഭിണികൾ ധരിക്കുന്ന വസ്ത്രം
എന്തെങ്കിലുമൊക്കെ അഴുക്കും മറ്റുമൊക്കെ ആയാൽ വേഗത്തിൽ അത് മാറ്റിയിടണം. ഗർഭകാലത്ത് പ്രത്യേകിച്ചും ഗർഭകാലത്ത് അവരുടെ ഡ്രസ്സ്, ഗർഭകാലത്ത് അവരുടെ ശരീരം, ഗർഭകാലത്ത് അവരുടെ താമസിക്കുന്ന വീടിന്റെ വായു, അന്തരീക്ഷം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 60 വയസ്സിന് ശേഷമാണ് മാരിയത്തുൽ ഖബ്തിയ്യ റളിയല്ലാഹു അൻഹയുമായുള്ള ബന്ധത്തിൽ അവർ ഗർഭിണിയാകുന്നത്. പ്രസവത്തിന്റെ തൊട്ട് മുമ്പും പ്രസവത്തിന്റെ തൊട്ട് ശേഷവുമായി 17 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാരിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ തന്നെ ഉണ്ടായി. എന്താണ്? പ്രസവത്തിന്റെ തൊട്ട് മുമ്പ്, പ്രസവത്തിന്റെ തൊട്ട് ഉടനെ. ആ സമയത്ത് ഈ കുട്ടിയുടെ വാപ്പയുടെ സാന്നിധ്യം ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, പ്രസവ വാർഡിലേക്ക് ഒരു പെണ്ണിനെയാണ് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അപ്പുറത്തുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഇപ്പുറത്തുണ്ട്, മറ്റൊരു അവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രസവ വാർഡിലേക്കാണ് യാത്രയാക്കുന്നിടത്ത് ഭർത്താവ് നിൽക്കുന്നുണ്ടോ അത്ര സമാധാനം ആരും നിന്നാലും കിട്ടൂല. ഈ കുട്ടിന്റെ വാപ്പ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഒരു ഭാര്യയുടെ സമാധാനം. ഞാൻ ഗൾഫ് രാജ്യത്തൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രവാസികളോട് പറയാറുണ്ട്, നിങ്ങൾ 90 കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാൻ നിൽക്കണ്ട. പോകേണ്ടത് എപ്പോഴാണ്? ഒരു പെണ്ണിന്റെ മനസ്സമാധാനം, ഒരു ഭർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം ഏതെങ്കിലും സൈക്കോളജി പഠിച്ചാൽ പോരാ, മെഡിക്കൽ സൈക്കോളജി വായിക്കാം. നമ്മൾ മെഡിക്കൽ സൈക്കോളജി വായിച്ചാൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാകും ഒരു പെണ്ണിന്റെ ഗർഭകാലത്തുള്ള മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥ നമുക്ക് നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ പഠിച്ച് നടപ്പാക്കേണ്ടതാണ്. ഗർഭകാലത്ത് നല്ല സ്നേഹം കൊടുക്കുക, നല്ല വാക്ക് കൊടുക്കുക, നല്ല വസ്ത്രം, നല്ല ആഹാരം, നല്ല സന്തോഷം, നല്ല വായു എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന് അതിൽ ജനിക്കുന്ന കുട്ടി, യാ റബ്ബ്. ഗർഭകാലത്ത് ഉമ്മമാരെ, നമ്മുടെ ഗർഭത്തിൽ വളർന്ന കുട്ടി 5 മാസത്തിന് ശേഷം കുട്ടിക്ക് കേൾവി ശക്തിയുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾ അനാവശ്യ വാക്ക് പറയരുത്, അത് കുട്ടി കേൾക്കുന്നുണ്ട്. ഗർഭിണികൾ നല്ല പോലെ ഖുർആൻ ഓതണം. ഗർഭിണികൾ വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്?